ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ ചാനൽ ഇംഗ്ലീഷ് എലഗൻസ്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അമേരിക്കൻ നോവലാണ് സിസ്റ്റർ ക്യാരി ബൈ തിയോഡർ ഡ്രൈസർ. തിയോഡർ ഡ്രൈസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു അമേരിക്കൻ ഓഥറാണ്. അതുപോലെ തന്നെ നാച്ചുറലിസം റെപ്രസെൻറ്റ് ചെയ്യുന്ന നല്ല ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്സ് ആണ് സിസ്റ്റർ ക്യാരി, ദ ജീനിയസ്, ദ ടൈറ്റൻ, എൻ അമേരിക്കൻ ട്രാജഡി. പിന്നെ ഈ നോവലത്തെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ് കാരോലിൻ മീബർ. കാരോലിൻ മീബർ ആണ് ഇതിൽ സിസ്റ്റർ ക്യാരി എന്നറിയപ്പെടുന്ന പെണ്ണ്. അത് പ്രോട്ടോഗണിസ്റ്റ് ആണ്. മിനി ഹാൻസൺ എന്ന് വെച്ചാൽ കാരോലിൻ മീബറിൻ്റെ ചേച്ചി. സെവൻ ഹാൻസൺ മിനി ഹാൻസൻ്റെ ഹസ്ബൻഡ്. ചാൾസ് എച്ച് ട്രൂവർട്ട് എ സെയിൽസ്മാൻ ആണ്. ജോർജ് ഡബ്ല്യു ഹേർട്സ്വുഡ് ഒരു ബാറിൻ്റെ മാനേജറാണ്. വെയിൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെൽത്തി ആയിട്ടുള്ള ദമ്പതിമാരാണ്. അവർ ഈ ക്യാരിയും ഹേർട്സ്വുഡും താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് അടുത്താണ് താമസിക്കുന്നത്. ലോല ഹസ്ബൻഡ് എന്ന് വെച്ചാൽ ഒരു കോറസ് ഗേളാണ്. സിസ്റ്റർ ക്യാരിനെ കുറിച്ച് ആ നോവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ സിസ്റ്റർ ക്യാരി ഈസ് എ നോവൽ ബൈ തിയോഡർ ഡ്രൈസർ അബൌട്ട് എ യങ് കൺട്രി ഗേൾ ഹു മൂവ്സ് ടു ദ ബിഗ് സിറ്റി where she starts realizing her own American dream by first becoming a mistress to men that she perceived as a superior and later as a famous actress. അതായത് സിസ്റ്റർ ക്യാരി എന്ന നോവൽ പറയുന്നത് ഒരു കൺട്രി ഗേൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടി അവളുടെ മീൻസ് കൺട്രി ഗേൾ ആവുന്നതിലും കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പുറത്തുള്ള കാര്യങ്ങളോ ഒന്നും അറിയാൻ പറ്റില്ല. സോ അവൾ ആ കൺട്രി ഉപേക്ഷിച്ച് പുതിയൊരു കൺട്രിയിലേക്ക് പോവാണ്. മീൻസ് ഷിക്കാഗോയിലേക്ക് പോവാണ് അവളെ ചേച്ചിയുടെ അടുത്തേക്ക്. ചേച്ചിയാണ് മിനി ഹാൻസൺ. അവരുടെ ഹസ്ബൻഡാണ് സെവൻ ഹാൻസൺ. അങ്ങനെ അവർ അവളെ അവരുടെ ഒപ്പം താമസിപ്പിക്കാമെന്ന് വാക്കേറ്റിട്ടുണ്ട്. സോ അവൾ ട്രെയിനിൽ കയറി അവരുടെ അടുത്തേക്ക് പോവാണ്. അപ്പോഴാണ് അവൾ ചാൾസ് ഡ്രൗട്ടിനെ മീറ്റ് ചെയ്യുക. ചാൾസ് ഡ്രൗട്ട് എന്ന് വെച്ചാൽ ഒരു സെയിൽസ്മാൻ ആണ്. അയാൾ ഇവൾ ഇമ്പ്രസ് ആവും. കാരണം ഇവൾ ഭയങ്കര ബ്യൂട്ടിയാണ്. ഇവൾക്ക് ഭയങ്കര ബ്യൂട്ടി ഉണ്ട്. പോരാത്തതിന് അവൾ ഭയങ്കര സിമ്പിളാണ്. സോ അയാൾ അവളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ പരിചയപ്പെടുന്നു. അവർ സംസാരിക്കുന്നു. അവർ കോൺടാക്റ്റ് ഇൻഫോർമേഷൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ക്യാരി പറയാണ് അവൾ ചേച്ചിയുടെ വീട്ടിലുള്ളപ്പോൾ അവൾക്ക് കത്തോ വേറെ ഒന്നും അയക്കരുത്. സോ അവൾ ചേച്ചിക്ക് അങ്ങനത്തെ കാര്യങ്ങളിൽ താല്പര്യമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ക്യാരി അവളുടെ ചേച്ചിയുടെ വീട്ടിലെത്തുന്നുണ്ട്. ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും നല്ല രീതിയിൽ വെൽക്കം ചെയ്യുന്നുണ്ട് അവളെ. എന്നിട്ട് അവൾക്ക് അവരുടെ ഒപ്പം താമസിക്കുമ്പോൾ റെൻറ്റ് പേ ചെയ്യണം. സോ അവൾ ഒരു ജോലി കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കുറേ ജോലി കണ്ടെത്താൻ ശ്രമിച്ചതിനു ശേഷം അവൾക്ക് ഒരു ഷൂ മേക്കിംഗ് കമ്പനിയിൽ ജോലി കിട്ടും. പക്ഷെ അവിടെ ഭയങ്കരമായിട്ട് സ്ട്രെസ്സും വർക്കും പോരാത്തതിന് ശമ്പളം കുറവായിരിക്കും. അങ്ങനെ ഇങ്ങനെ സ്ട്രെസ്സ് കൂടി പണിയെടുത്ത് ജോലിയെടുത്ത് റെസ്റ്റ് ഇല്ലാണ്ട് അവസാനം അവൾക്ക് വയ്യാണ്ടാവും. അതിൽ അവളുടെ ജോലി നഷ്ടമാവും. അങ്ങനെ ഒരു ദിവസം വഴിയിൽ വെച്ചിട്ട് ക്യാരി ഡ്രൗട്ടിനെ കാണും. അങ്ങനെ അവളുടെ ജോലി പോയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. ഡ്രൗട്ടിനാണെങ്കിൽ വീണ്ടും അവളുടെ ബ്യൂട്ടിയിലും അവളുടെ സിമ്പിൾനെസ്സിലും അട്രാക്റ്റ് ചെയ്തിട്ട് അവളെ ഡിന്നറിന് വിളിക്കും. അങ്ങനെ അവർ ഡിന്നർ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പോണ സമയത്ത് ഡ്രൗട്ട് $10 2 ചെക്ക് അവൾക്ക് കൊടുക്കും. പക്ഷെ അവളത് ആക്സെപ്റ്റ് ചെയ്യാൻ മടിക്കും. എന്നാലും ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് പിറ്റേ ദിവസം ഇവർ വീണ്ടും കാണുമ്പോൾ ക്യാരി $10 ചെക്ക് തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കും. പക്ഷേ ഡ്രൂവട്ട് അത് എതിർക്കും. അങ്ങനെ ഇവൾക്ക് വേണ്ടിയിട്ട് ഇവർ ഷോപ്പിങ്ങിന് പോവും. ക്യാരിക്ക് വേണ്ടിയിട്ട് ഷൂവും കുറച്ച് ഷൂസും കോട്ടും ഡ്രൂവട്ട് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ഡ്രൂവട്ട് ക്യാരീനെ ക്ഷണിക്കുകയാണ്. കുറച്ചും കൂടിയും വലിയൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രൂവട്ടിൻ്റെ ഒപ്പം താമസിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അങ്ങനെ ക്യാരി ഒരു മിനി ഹാൻസിനെ അവൾ ചേച്ചിക്ക് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. അങ്ങനെ ഡ്രൂവട്ടിൻ്റെ ഒപ്പം താമസിക്കുന്നു. അതിനുശേഷം ഡ്രൂവട്ട് ഒരു പുതിയ ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ക്യാരിക്ക്. അയാളാണ് ജോർജ് ഹേർട്സ്വുഡ്. അയാൾ ഒരു ബാറിൻ്റെ ഓണറാണ്. അത് നല്ല രീതിയിൽ നടത്തുന്ന ഒരു ബാറിൻ്റെ ഓണറല്ല, മാനേജർ. അയാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അയാളും അയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഭാര്യ സോഷ്യലി ക്ലൈംബിംഗ് വുമണാണ്. സോ ഭാര്യയും അതുപോലെ തന്നെ മക്കളും. സോ അയാൾ അവരിൽ നിന്നൊക്കെ വിട്ടിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ
ഡ്രൂവട്ട് ക്യാരീനെ ഹേർട്സ്വുഡിന് പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ ക്യാരിക്ക് അവിടെ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ഹേർട്സ്വുഡിന് ക്യാരിയോട് റൊമാൻറ്റിക് ഫീലിങ്സ് വരികയും അവർ തമ്മിൽ ക്യാരിക്കും ഹേർട്സ്വുഡിനെ ഇഷ്ടാവും. അങ്ങനെ അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ആവും. ഒരു ദിവസം ഡ്രൂവട്ട് ആക്സിഡൻ്റലി ഒരു നാടകത്തിലേക്ക് ഒരു ആക്ട്രസിനെ കൊണ്ടുവരാമെന്ന് പറയും. പെട്ടെന്ന് ആരും ഓർമ്മ വരാത്ത സമയത്ത് ഡ്രൂവട്ട് വിചാരിക്കും ക്യാരിക്ക് ആ റോള് കൊടുക്കാമെന്ന്. അങ്ങനെ ക്യാരി ആ റോൾ അഭിനയിക്കും. ഹേർട്സ്വുഡും ഡ്രൂവട്ടും അത് കാണാൻ പോകും. ആ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇവരുടെ ക്യാരിയുടെയും ഹേർട്സ്വുഡിൻ്റെയും റിലേഷൻഷിപ്പ് ഡ്രൂവട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് ഹേർട്സ്വുഡിൻ്റെ വൈഫായിട്ടുള്ള ജൂലിയ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാരി മനസ്സിലാക്കുന്നുണ്ട് ഹേർട്സ്വുഡ് ഒരു മാരീഡ് മെന്നാണ്. അപ്പോഴാണ് ക്യാരി മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ സത്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഹേർട്സ്വുഡിൻ്റെ ഭാര്യയായ ജൂലിയ ഹേർട്സ്വുഡിനോട് ഫിനാൻഷ്യലി ഡിമാൻഡ് ചെയ്യുന്നുണ്ട് കുറേ പൈസ. പിന്നെ ക്യാരി വന്നിട്ട് ഇയാൾ മാരീഡാണെന്ന് അറിഞ്ഞപ്പോൾ അയാൾ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സങ്കടത്തിൻ്റെ ഒരു സമയത്ത് അയാൾക്ക് നിയന്ത്രണം വിട്ടിട്ട് അയാൾ മാനേജറായി നിന്ന ഒരു ബാറിലത്തെ പൈസ അയാൾ മോഷ്ടിക്കുന്നുണ്ട്. കുറച്ചധികം എമൗണ്ട് മോഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ ആ പൈസ മോഷ്ടിച്ചിട്ട് ന്യൂയോർക്കിലേക്ക് സ്ഥലം വിടുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൂവട്ടിന് സഡനായിട്ടൊരു ഇൽനെസ് വരും. അതുപോലെ ക്യാരീനായിട്ട് അയാൾ കാനഡയിലേക്ക് എസ്കേപ്പ് ചെയ്യും. ഈ ഹേർട്സ്വുഡ് ഇത്രയും പൈസ മോഷ്ടിച്ചതിൻ്റെ ഒരു സങ്കടത്തിൽ അയാൾ കുറേ പൈസ തിരിച്ചയക്കും. പക്ഷേ അയച്ചതിന് ശേഷം അയാൾക്ക് മനസ്സിലാവും ഇനി ഷിക്കാഗോയ്ക്ക് പോകാൻ പറ്റില്ല. കാരണം അയാളെ തിരയാനുള്ള നോട്ടീസ് എല്ലായിടത്തും വന്നിട്ടുണ്ട്. സോ ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാവും. അങ്ങനെ ഇയാൾ ക്യാരീനെ വീണ്ടും കാണാണ്. അങ്ങനെ ഇവർ ന്യൂ കപ്പിളായിട്ട് ന്യൂയോർക്കിൽ ഒരു ഫ്ലാറ്റിൽ സെറ്റിൽ ചെയ്യാവുന്നുണ്ട്. അവർ വേറെ പേരിലാണ്. ഹേർട്സ്വുഡ് ജോർജ് എന്ന പേരിലും അതുപോലെ ക്യാരി വീലർ എന്ന പേരിലാണ് അവിടെ സെറ്റിലാവുന്നത്. അങ്ങനെ ഹേർട്സ്വുഡിന് സലൂണിൽ ഒരു ജോലി കിട്ടുന്നുണ്ട്. ക്യാരിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഹേർട്സ്വുഡ് നടത്തി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര ലാവിഷല്ല, എന്നാലും ജീവിച്ചു പോകാനുള്ള കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും ക്യാരിയും ഹേർട്സ്വുഡും തമ്മിൽ പരസ്പരം ഭയങ്കര ഡിസ്റ്റൻ്റ് വരുന്നുണ്ട്. ക്യാരി മനസ്സിലാക്കാണ് ഷിക്കാഗോയിലുണ്ടായിരുന്ന പവർഫുള്ളായിട്ടുള്ള ഒരു മാനേജർ അല്ല ഇപ്പോൾ ഹേർട്സ്വുഡ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള സ്നേഹം പരസ്പരം കുറയാണ്. അതുപോലെ തന്നെ അവരുടെ ഒരു നെയ്ബറുടെ യങ് സ്കോളറായിട്ടുള്ള ഒരു ഇന്ത്യാനയിൽ നിന്ന് വരുന്ന ഒരാളുണ്ടായിരുന്നു, റോബർട്ട് എയിംസ്. അദ്ദേഹത്തെ പരിചയപ്പെട്ടോട് കൂടിയിട്ട് ക്യാരിക്ക് ഹേർട്സ്വുഡിനോടുള്ള ഡിസ്റ്റൻസ് ഭയങ്കരമായിട്ട് കൂടി. കാരണം ക്യാരിക്ക് തിയേറ്ററിൽ അഭിനയിക്കാനും ആക്ട്രസ് ആവാനും നല്ല താല്പര്യമാണ്. സോ അയാൾ ക്യാരീനെ ഈ ഗ്രേറ്റ് ആർട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. സോ ഹേർട്സ്വുഡായിട്ടുള്ള റിലേഷൻഷിപ്പ് മെല്ലെ തകരാൻ തുടങ്ങി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഹേർട്സ്വുഡ് പണിയുന്ന സലൂണിലത്തെ ലാൻഡ് ലോർഡ് ആ സലൂൺ സെല്ല് ചെയ്തു. അതിനുശേഷം ഹേർട്സ്വുഡ് ഒരു ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി. അതിനു മുന്നേ ഈ സലൂണ് വിറ്റതിന് ശേഷം ഹേർട്സ്വുഡിൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ തീർന്നു. അങ്ങനെ അയാൾ ചൂതുകളിയിൽ ചെന്ന് ചേർന്നു. അതിന് കുറേ പൈസ അങ്ങനെ പോയി. ക്യാരിയും ഇയാളും തമ്മിൽ നന്നായിട്ട് അകന്നു. അവസാനം അയാൾ വീണ്ടും സർവൈവ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ഡ്രൈവറായിട്ട് മാറുന്നുണ്ട്. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ അയാളുടെ ജോലി വീണ്ടും പോകുന്നു. അങ്ങനെ അയാൾ അവിടുത്തെ തെരുവിൽ ഒരു ബെഗ്ഗറായിട്ട് മാറാണ്. ഇങ്ങനെ ഇൽനെസ് എപ്പോഴും ന്യൂമോണിയ വരുന്ന ഒരു ബെഗ്ഗറായി മാറാണ്. അങ്ങനത്തെ പോവർട്ടി സഹിക്കാൻ പറ്റാണ്ട് അയാൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ മറുവശത്ത് ക്യാരി ഒരു നല്ലൊരു ആക്ട്രസ്സായിട്ട് ആദ്യം ഒരു കോറസ് ഗേളായിട്ട് മാറി, പിന്നെ ഒരു ആക്ട്രസ്സായിട്ട് മാറി. അങ്ങനെ ക്യാരി നല്ലൊരു ലൈഫ് സ്റ്റൈലിലെത്തി. ഇതാണ് ആ നോവലിൻ്റെ ഷോർട്ട് സമ്മറി എന്ന് പറയുന്നത്.